ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് മിനി കേക്കാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ ഈ ബൗളിൻ്റെ മേലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു ബാറ്റർ കണ്ടോ, കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് തിക്കാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലോട്ടൊരു അര ഗ്ലാസ് ഗോതമ്പ് പൊടി കൂടെ അരിച്ച് ചേർക്കുകയാണ്. എന്നിട്ട് ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഗോതമ്പ് പൊടിക്ക് പകരം മൈദയും ചേർക്കാവുന്നതാണ്. ഇനി കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, നല്ല തിക്നെസ്സോടെയാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി കുഴികളിലെല്ലാം മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ തവയൊന്ന് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഉണ്ണിയപ്പക്കല്ല് ഇതിൻ്റെ മേലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം ഇത് അടച്ചു വയ്ക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് എന്തായെന്ന് തുറന്നു നോക്കുകയാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് മിനി കേക്ക് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇതിൻ്റെ ഉള്ളൊക്കെ എന്തോരം പഞ്ഞി പോലെയായിരിക്കുന്നത്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇത് കഴിക്കാൻ. അപ്പോൾ വെറും ഒരു ഉണ്ണിയപ്പക്കല്ലിൽ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് മിനി കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടില്ലല്ലേ? പിന്നെ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ ഇത് ഒരുപാട് സമയം ഇരുന്നാലും ഹാർഡായി പോകത്തൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ചോക്ലേറ്റ് മിനി കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.